إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും പ്രപഞ്ചനാഥനും സർവനിയന്താവുമായ റഹ്മാനായ റബ്ബുൽ ആലമീനായ പടച്ചതമ്പുരാന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് മുത്തഖിയായി, മുഅ്മിനായി, മുവഹിദായി ജീവിച്ചു മരിക്കുവാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമളാനിന്റെ പുണ്യ ദിവസങ്ങൾ ഒന്നൊന്നായി നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1/3 ഭാഗം നമ്മളിൽ നിന്ന് യാത്ര ചോദിക്കാൻ സമയമായിട്ടുണ്ട്. വളരെ ഗൗരവകരമായി വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ആലോചിക്കുക. ഏകദേശം 10 ദിവസത്തോടടുക്കുമ്പോൾ പുണ്യ റമളാനിന്റെ ഒരുപാട് സൽക്കർമ്മങ്ങൾ അതനുഷ്ഠിക്കാൻ, പ്രാർത്ഥനാ നിരതരാകാൻ, ദിക്റുകൾ കൊണ്ട് നാവിനെ നനക്കാൻ, ഖുർആനിനോടടുക്കാൻ, അതുവഴി റബ്ബിനോടടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? അതിന്റെ പരിശ്രമം എത്രത്തോളം മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്, പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് എന്നോർക്കേണ്ട സമയമാണ്. അല്ലാഹു കൂടുതൽ കൂടുതൽ സൽക്കർമ്മം ചെയ്യാനുള്ള ആവേശവും ഉത്സാഹവും തൗഫീഖും താൽപര്യവും നമ്മിൽ നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദിവസവും നേരം പുലരുമ്പോൾ വിചിത്രമായ, അനിഷ്ടകരമായ
ഒട്ടേറെ വാർത്തകൾ കേട്ടുകൊണ്ടാണ് വിശിഷ്യ മലയാളക്കര പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത്. പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ നൽകുന്ന വാർത്തകളൊന്നും ശുഭകരമല്ലാത്തൊരു സാഹചര്യം. നമ്മളൊക്കെ മക്കളെക്കുറിച്ച് ആദിയും വ്യാധിയുമായി ഒരു പേടിയോടെ ഭയപ്പാടോടെ നീങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഇന്ന് നിലവിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. എങ്ങനെയാണ് നമ്മുടെയൊക്കെ കുഞ്ഞു മക്കൾക്ക് ഇങ്ങനെയൊക്കെ ആകാൻ സാധിക്കുന്നത് എന്നോർക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. സ്വന്തം കൂടപ്പിറപ്പിന് ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ അത് ഊതിപ്പെരുപ്പിച്ച് അത് വലുതാക്കി അത് അടിപിടിയിലേക്കെത്തി അല്ല കൊലപാതകത്തിലേക്ക് എത്തിക്കുവാൻ 10ാം ക്ലാസ്സുകാർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ വലിയ കഷ്ടമാണ്. ചെയ്യുന്നു എന്ന് മാത്രമല്ല, ചെയ്ത അതിനിഷ്ഠൂരമായ ക്രൂരകൃത്യങ്ങൾ അതിൽ ആനന്ദം കണ്ടെത്തുകയും ആ ചെയ്തികളിൽ യാതൊരു മനക്ലേശമോ പ്രയാസമോ ഇല്ലാത്ത ഒരവസ്ഥയിൽ നമ്മുടെയൊക്കെ വീടുകളിലുള്ള കുട്ടികൾ കാരുണ്യം പറ്റിയവരായി ആർദ്രതയില്ലാത്ത മനസ്സിന്റെ ഉടമകളായി വളരുന്നു എന്ന് പറയുമ്പോൾ അതിലേറെ സങ്കടമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പടച്ചോൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഖുർആൻ ഇറങ്ങിയ മാസം, പുണ്യമാസം റമദാൻ, അത് ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗമാണ്, നല്ല വഴികൾ മുഴുവനായി കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും നേരും നുണയും അല്ലെങ്കിൽ നേരും നന്മയും, അല്ലെ, നന്മയും തിന്മയും അതിങ്ങനെ വേർതിരിച്ചു മനസ്സിലാക്കി തരുന്ന, കൃത്യമായി വിവരിച്ച് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി തരുന്ന, ഗൈഡൻസ് നൽകുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹർ, ആരെങ്കിലും ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഹാജറുണ്ടെങ്കിൽ ഫൽയസുംഹു, അവൻ അതിൽ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്ന്. ഖുർആൻ ഇറങ്ങിയ മാസമായതിന്റെ സന്തോഷം കാരണമാണ് നമ്മളൊക്കെ ഒരു മാസക്കാലം വ്രതമനുഷ്ഠിക്കുന്നത്. അള്ളാഹു നമ്മുടെ നോമ്പുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഖുർആനെ പറ്റി അള്ളാഹ് പരിചയപ്പെടുത്താണ്. ഇത് ഗൈഡ് ലൈനാണ്. ഇത് സത്യവും അസത്യവും നേരും നന്മയും തിന്മയും വേർതിരിച്ചു മനസ്സിലാക്കി തരുന്ന ഗ്രന്ഥമാണ്, വിശ്വാസികൾക്ക് മാർഗദർശനമാണ്. അങ്ങനെയാകുമ്പോൾ ഇതിനെ ഫോളോ ചെയ്യുന്ന, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ, ഒരു സമൂഹത്തിൽ, ഒരു കുടുംബത്തിൽ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, വഴിവിട്ട സഞ്ചാരങ്ങൾ അത് ഉണ്ടാവുക സാധ്യമല്ലല്ലോ. അത് പാടില്ല. എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്ന് നമ്മൾ മെല്ലെ മെല്ലെ അകന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന ഹാദൽ ഖുർആൻ, സൂറത്ത് ഇസ്രാഇന്റെ 9ാം വചനത്തിൽ പറയാം, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം, നിശ്ചയമായും ഈ പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്കാണ് വഴി കാണിക്കുന്നത്. ശരിയായതിലേക്ക് എന്നല്ല പറഞ്ഞത്, ഏറ്റവും ശരിയായതിലേക്കാണ് നിങ്ങൾക്ക് വഴി കാണിക്കുന്നത്. വയുബശ്ശിറൽ മുഅ്മിനീന, വിശ്വാസികൾക്ക് സന്തോഷ വാർത്തയും നൽകുന്നുണ്ട്. അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, ഏത് വിശ്വാസികൾ? പേരുകൊണ്ടുണ്ടായ വിശ്വാസികളല്ല, കർമ്മം കൊണ്ട് വിശ്വാസികളായവർ, നല്ല സൽപ്രവർത്തനം ചെയ്യുന്ന വിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്ത എന്താ അറിയോ? അന്ന ലഹും അജ്റൻ കബീറ, അവർക്ക് അതിമഹത്തായ പ്രതിഫലമുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയാണ് ഖുർആൻ നൽകുന്നത് എന്നർത്ഥം. അപ്പോ ഈ കൽപ്പനകൾ കേട്ടപ്പോ റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ ശരിയെ സ്വീകരിച്ചവരുമായിരുന്നല്ലോ നമ്മളെ പൂർവികരായിട്ടുള്ള സ്വഹാബ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു നാട്ടിലെ ഏറ്റവും വലിയ പോക്കിരിയായിരുന്ന
ആ നാട്ടിലെ ഏറ്റവും വലിയ നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞ ഗുണ്ടാത്തലവനായിരുന്ന ഗുണ്ടാ നേതാവായിരുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുഹമ്മദ് നബിയെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായിട്ട് പോകുന്ന രംഗങ്ങളൊന്ന് മനസ്സിൽ കാണി. ആ ഒരു പോക്കിരിങ്ങനെ പോകുന്ന രംഗമൊന്ന് കാണി. എന്നിട്ട് ഖുർആൻ കേൾക്കുന്ന ഒരു രംഗമൊന്ന് കാണി. ആ ഖുർആൻ കേൾക്കുമ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിങ്ങനെ പെടയുന്നത്, മാനസാന്തരം സംഭവിക്കുന്നതെന്ന് ആലോചിക്കും. പ്രിയപ്പെട്ടവരെ, ഉക്കാദിലെ ഖുർആൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാ വില്ലത്തരവും പോക്കിരിത്തരവും പ്രശ്നക്കാരുമായിട്ടുള്ള ആളുകളെ മാറ്റിമറിക്കാൻ ഉതകുന്ന ഗ്രന്ഥമാണ് ഇത്. ഒരു മാറ്റത്തിരുത്തലുകളും ഇല്ലാതെ ഇന്നൊക്കെ നമ്മുടെ ഷെൽഫുകളിൽ വീടകങ്ങളിലുള്ള പരിശുദ്ധ ഖുർആൻ, അതേ ഖുർആൻ കൊണ്ട് മാറ്റം സാധ്യമാകുമെന്നല്ലേ ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. എന്നിങ്ങനെ കേട്ടപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ നെഞ്ച് പെടച്ചല്ലോ. ആ പോക്കിരിയായിട്ടുള്ള ഉമർ മാറിയല്ലോ. ഉമർ മാറി എന്ന് പറഞ്ഞപ്പോൾ പോലും ആ നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിയണില്ല എന്നാണ് അവര് പറയാണ്. ഉമറിന്റെ വാപ്പ ഖത്താബിനൊരു കഴുതുണ്ട്. ആ കഴുത മാറിയാലും പരമാവധി കളിയാക്കണേ. ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഖത്താബിന്റെ മോൻ ഉമർ ഇസ്ലാം സ്വീകരിക്കൂല. കാരണം അത്ര വലിയ തെമ്മാടിയാണ്. ആ ഉമറല്ലേ പ്രിയപ്പെട്ടവരെ മാറിയത്. അപ്പൊ നമുക്കൊക്കെ ഇങ്ങനെ തോന്നുകയാണ് ഓനൊന്നും ഇനി നന്നാവൂല. നമ്മൾ പല ആളുകളെയും എഴുതി തള്ളുകയാണ്. അല്ല, ഖുർആൻ കൊണ്ട് മാറ്റം സാധ്യമാണ്. ഖുർആൻ കൊണ്ട് മാറ്റം സാധ്യമാണ്. അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു കേവലം ഇസ്ലാം സ്വീകരിക്കാന്ന് മാത്രമല്ല, അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഖുർആൻ എങ്ങനെ റിഫ്ലക്ട് ചെയ്തു, ഖുർആൻ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ പിന്നെ ഖുർആന്റെ ആയത്തുകൾ ഓതിയിട്ട് അല്ലെങ്കിൽ കുറെ ആയത്തുകൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, സ്വതക്ക ചെയ്യണം, ധർമ്മം ചെയ്യണം, ആവോളം ചെയ്യണം, നല്ലത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ സൂറത്തു ആലി ഇംറാൻ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ ആയത്തിറങ്ങാണ് കേട്ടോ. അബൂ തുൽഹത്തുൽ അൻസാരി ആ ആയത്ത് കേട്ട് നബിയുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. നബിയെ, എന്താണ് ഈ ആയത്ത് പറയുന്നത്? അപ്പൊ അബൂ തുൽഹത്തുൽ അൻസാരിക്ക് അറബി അറിയാത്തോണ്ടാ? അല്ല. അർത്ഥം മനസ്സിലാകാത്തോണ്ടാ? അല്ല. ട്രാൻസ്ലേഷൻ ചോദിക്കാൻ പോയതൊന്നുമല്ല. എന്താണ് ആ ആയത്തിന്റെ ഉദ്ദേശം എന്ന് കൃത്യമായിട്ട് നബി ഞാൻ കേൾക്കാൻ വേണ്ടിട്ട് പോവാണ്. ലൻ തനാലുൽ ബിർറ നബി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അബൂ തുൽഹ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നമ്മളെ ചെലവഴിക്കുന്നതുണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്നത് അത് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് കൊടുക്കാത്തിടത്തോളം കാലം അള്ളാഹുവിന്റെ അടുത്ത് അത് ധർമ്മമാവൂല, അള്ളാഹു അത് ദാനധർമ്മമായിട്ട് സ്വീകരിക്കൂല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോ അബൂ തുൽഹ തിരിച്ചു പറയുന്ന ഒരു പറച്ചിലുണ്ട്. അതെന്താ അറിയോ? നബിയെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബൈറുഹാ എന്ന എന്റെ വലിയ തോട്ടാണ്. വലിയ തോട്ടം, നല്ല ഇനം വിളവ് ലഭിക്കുന്ന മുന്തിയ കാരക്കകളുള്ള നല്ല തണൽ വൃക്ഷങ്ങൾ. ആളുകളൊക്കെ നമ്മളൊരു പാർക്ക് എന്നൊക്കെ പറയൂലേ, റെസ്റ്റ് എടുക്കാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു പിന്നെ എന്താ പറയുക ഉല്ലാസത്തിന് പോകുന്ന അങ്ങനെ ഒരു സ്ഥലമാണ് അബൂ തുൽഹന്റെ ബൈറുഹ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അത് ഇതാ ഞാൻ ദാനം ചെയ്യുകയാണ് എന്ന് പറയാൻ അവർ കാണിച്ച സന്നദ്ധതയുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ നാടും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാലത്ത് നമ്മളിങ്ങനെ ആ ആയത്തിനെ മനസ്സിലാക്കുകയാണെങ്കിലേ, നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ള വലിയ തോട്ടങ്ങളുള്ള ഒരാള് ഈ ആയത്ത് കേട്ടിട്ട് ഇതാ ഞാൻ ഇത് ദാനം ചെയ്യാണെന്ന് പറയണത്, ഞാനിതാ എന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇല്ലേ, ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോംപ്ലക്സ് ഇതാണ്, അത് ഞാനിതാ ദാനം ചെയ്യാണെന്ന് പറയണത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അങ്ങനെ ഒരാൾ കൊടുത്ത അവനെ ഒന്നിങ്ങനെ നോക്കും അല്ലെ, അവന് ഭ്രാന്തയിക്കണോ എന്നേറ്റ രണ്ടോട്ടൊന്നും ഇങ്ങനെ ആലോചിക്കും. എന്താടാ ഒരായത്ത് കേട്ടപ്പത്തിന് എന്റെ ഏറ്റവും വലിയ ജീവിത സമ്പാദ്യമായി ഉണ്ടാക്കിയ ഒരു സാധനം ദാനം ചെയ്യേ, എനിക്ക് വട്ടാണോ എന്ന് തിരിച്ചു ചോദിക്കൂലേ നമ്മൾ? പ്രിയപ്പെട്ടവരെ, ഖുർആൻ കാതുകളിൽ കേട്ടപ്പോൾ കാതുകളിൽ നിന്ന് ഖൽബുകളിലേക്ക് ഇറക്കിയവരായിരുന്നു സഹാബ. കാതുകളിൽ കേട്ട ഖുർആൻ ഖൽബുകളിലേക്ക് ഇറക്കിയവരായിരുന്നു സഹാബ. ഹൃദയം കൊണ്ട് ഖുർആനിനെ സ്വീകരിച്ചപ്പോൾ അവർക്ക് വല്ലാത്ത മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ചരിത്രങ്ങൾ എത്രയാണെന്നറിയോ? അന്ന് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയപ്പോ നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണല്ലോ അല്ലെ, അവിടെ മദ്യത്തിന്റെ പുഴയൊഴുകിയാണ്. ആ ഒഴുകിയ പുഴഭാഗം അല്ലെ, ആ ഒരു സ്ഥലത്ത് പിൽക്കാലത്ത് ഒരു ചെടി വളർന്ന് ആ ചെടിയിൽ നിന്ന് വളർന്നു വന്നൊരു ഇല, അതിലെങ്ങനെ ഒരു സഹാബി ആടുമായിട്ട് പോയപ്പോഴേ ആ ആട് ഇന്ന് ഒരു ഇല കടിച്ചു.
ഒരില കടിച്ചു. അയാൾക്ക് വല്ലാത്ത പേടിയായി. എന്തിനാ പേടിയാരും? നബിന്റെ അടുത്തേക്ക് പോവാണ്. നബിയെ, അന്ന് മദ്യമൊഴുകിയ സ്ഥലത്തെ, അന്ന് ഇന്നല്ല, അന്ന് മദ്യമൊഴുകിയ സ്ഥലത്തെ പിൻകാലത്ത് വളർന്നു വന്ന ഒരു ചെടിയുന്നേ, അതിൽ നിന്നൊരു ഇല എന്റെ ആട് കടിച്ചുട്ടോ. എനിക്ക് നീ ആടിന്റെ പാലും ഇറച്ചിയൊക്കെ അത് ഹലാലാവോ അതല്ല ഹറാമാവോ? എന്താ ഇപ്പൊ മാറ്റം? എന്താണ് ആ മാറ്റം? ഇതാണ് ഖുർആൻ അവരിൽ ഉണ്ടാക്കിയ മാറ്റം. കള്ളില്ലാതെ, പെണ്ണില്ലാതെ, യുദ്ധമില്ലാതെ ജീവിക്കാൻ കഴിയാതിരുന്ന കാട്ടറബികളിൽ വിപ്ലവം സൃഷ്ടിച്ച വേദഗ്രന്ഥമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് അറിയൂലേ, ചെറിയ അസ്വാരസ്യങ്ങൾക്ക് 40 വർഷവും അതിലേറെയുമൊക്കെ യുദ്ധം ചെയ്ത ഗോത്രങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. വിഷയം എന്താ അറിയോ? എന്റെ വീട്ടിലെ ഒട്ടകം അപ്പുറത്തെ വീട്ടിലെ മരത്തിൽ നിന്നൊരു ഇല കടിച്ചു. ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധമാണ്. 40 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന യുദ്ധം. നമ്മളൊക്കെ ഇങ്ങനെ ചിരിക്കൂലേ, എന്താ ഇപ്പൊ ഇവരെ കഥ? അങ്ങനെ ഇങ്ങനെയില്ലേ, പിന്നെ ഭാര്യയും ഭർത്താവും ഇങ്ങനെ നടന്നു പോകുമ്പോ ഓപ്പോസിറ്റിൽ വരികയാണ്, യുവാക്കൾ വരികയാണെങ്കിൽ ആ സ്ത്രീയെ ഒരാൾക്ക് താല്പര്യം തോന്നിയാൽ ആ ഭർത്താവിനെ അടിച്ച് മലർത്തി ആ ഭാര്യയുമായിട്ട് കടന്നു പോകുന്ന കാടൻ കൂട്ടത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സ്വസ്ഥതയുമില്ലാത്ത ഒരു സമൂഹത്തെ ആലോചിക്കും. മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയാതിരുന്ന ഒരു സമൂഹത്തെ ആലോചിക്കും പ്രിയപ്പെട്ടവരെ. അവിടെയല്ലേ പ്രവാചകൻ ഖുർആൻ ഓതി ഖുർആൻ പഠിപ്പിച്ച് ഖുർആൻ പാരായണം ചെയ്ത് ഖുർആൻ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് മാറ്റങ്ങൾക്ക് മാറ്റൊലി കൂട്ടിയത് അല്ലേ? ആണ്. അതേ ഖുർആനല്ലേ നമ്മുടെ വീട്ടിൽ? എന്തേ ഇപ്പോൾ അങ്ങനെ ലഹരിയെ മാറ്റിയ പ്രവാചകൻ അതേ ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ടായിട്ട് എന്റെ വീട്ടിലെ വാപ്പാന്റെ അല്ലെങ്കിൽ മകന്റെ പുകച്ചുരുൾ ബീഡിക്കുറ്റിയെങ്കിലും മാറ്റിവെക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ? എന്തുകൊണ്ടാണ്? ഖുർആൻ കേറാത്തോണ്ടാണ്. ഇനിയോ അല്ലാത്ത ആലോചിച്ച് നോക്കി. ഓരോന്നും നമ്മുടെ സംസാരം എത്ര വലിയ അല്ലെ എന്ന് പറഞ്ഞാൽ ഈ ദ്വന്ദ്വയുദ്ധം നടത്തി വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിന്നീട് അത് യുദ്ധത്തിലേക്ക് എത്തിച്ച് അങ്ങനെയുള്ള ഏറ്റവും വൃത്തികെട്ട സ്വഭാവം ഉണ്ടായിരുന്ന അവർ അല്ലേ, പരദൂഷണം, അഹങ്കാരം, അസൂയ, കുശുമ്പ്, കുന്നായ്മ, പൊങ്ങച്ച പ്രകടനം, ഇത്തരത്തിലുള്ള എല്ലാ സംഗതികളും ഒരു മാറ്റി വെക്കണല്ലോ. ഖുർആൻ കയറിയപ്പോ അല്ലേ, അവിടെ ബാക്കിയുള്ളതിനൊക്കെ അവരെങ്ങനെ ഇറക്കി വെക്കാൻ. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ എന്തേ അഹങ്കാരത്തിന് സ്ഥാനമുള്ളത്? എന്തേ എന്റെ മനസ്സിൽ പൊങ്ങച്ചത്തിന് സ്ഥാനമുള്ളത്? എന്തേ വീമ്പു പറച്ചിലുകൾക്ക് എപ്പോഴും എന്റെ മനസ്സിൽ സ്ഥാനമുള്ളത്? ഖുർആൻ കേറാത്തോണ്ടാണ്. കാതുകളിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോവാൻ നമ്മൾ കേൾക്കുന്നുണ്ട്. ഖുർആൻ ഇല്ല എന്ന് പറയുന്നില്ല. ഓരോ വെള്ളിയാഴ്ചയും ഖുർആൻ കേൾക്കുന്നു. ഖുർആൻ സീഡികളിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ അല്ലെ. ഇപ്പൊ കാറിലൊക്കെ പോകുമ്പോ എല്ലാവരും ഖുർആൻ ഇട്ടാ പോണത്. വീടുകളിൽ കിച്ചണിൽ പത്തിരി വഴക്കുന്നവർ ഒരേ ഖുർആനാണ്. എല്ലായിടത്തും ഖുർആനാണ്. പക്ഷെ എന്താ ഈ പറയണത്? അത് നോക്കാൻ എനിക്ക് വയ്യ. നമ്മുടെ അഡ്രസ്സിൽ നല്ല കനപ്പെട്ട ഒരു കത്ത് കണ്ടാൽ തന്നെ എനിക്ക് തുറന്നു നോക്കാൻ, വായിക്കാൻ വെമ്പൽ കൊള്ളുന്ന, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അഡ്രസ്സിൽ ഒരു കത്ത് വരികയാണ്. പക്ഷെ മൂപ്പര് ഭാഷ മാറ്റിയിട്ട് എഴുതിയിരിക്കുന്നത് മലയാളത്തിലല്ല. ഞാൻ എന്താ ചെയ്യാ? ഓ, ഇത് ഇംഗ്ലീഷാണ്, എനിക്ക് അറിയൂലല്ലോ. ഇത് ഹിന്ദിയിലാണ്, എനിക്ക് അറിയൂലല്ലോ എന്ന് കരുതി മാറ്റി വെക്കുവോ? നിങ്ങൾ മാറ്റി വെക്കുവോ? നിങ്ങൾ എത്ര ആള് മാറ്റി വെക്കൂല. ഞാൻ എന്താ ചെയ്യാ? എന്റെ നാട്ടിൽ ഇംഗ്ലീഷ് അറിയുന്ന, എന്റെ നാട്ടിൽ ഹിന്ദി അറിയുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടിപ്പോവാൻ, എടാ ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ എഴുതിയ കത്താണ്, ഇത് എന്താ പറയുന്നത് ഒന്ന് പറഞ്ഞു തരുമോ, ഒന്ന് മനസ്സിലാക്കി തരുമോ, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ? ചോദിക്കൂലേ? ചോദിക്കും. ആ കവർ പൊട്ടിക്കാതെ നമ്മൾ എടുത്തു വെക്കുവോ? ഇല്ലല്ലോ, ഇല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ നമ്മളിലേക്ക് അയച്ച, നമ്മൾ കേൾക്കേണ്ട, നമ്മൾ അറിയേണ്ട, നമ്മോട് പറയേണ്ട പല കാര്യങ്ങളും ഒരു കത്തെന്നോണം അല്ലേ, വളരെ സുന്ദരമായി ഒരു ഖുർആൻ ദിവ്യ സന്ദേശം, വേദ സന്ദേശം നമ്മളിലേക്ക് നൽകിയിട്ട് ഇപ്പോഴും ഞാൻ എന്റെ അറബി അങ്ങനെ വായിച്ചു പോവാൻ. എന്താ എന്റെ പടച്ചോൻ എന്നോട് പറയണത് നോക്കാൻ എനിക്ക് സമയം കിട്ടണില്ല എന്ന് പറഞ്ഞാൽ, എനിക്കതിനുള്ള സാഹചര്യം ഒത്തു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും അത് അറിയാനുള്ളൊരു താല്പര്യം പോലും എനിക്കില്ല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നെന്താ വിളിക്കേണ്ടത്? നമ്മെ എന്താ വിളിക്കേണ്ടത്? അത് പറഞ്ഞോളി.
അള്ള നൽകിയ വായു ശ്വസിച്ച്, പടച്ചോൻ തന്ന വെള്ളം കുടിച്ച്, അള്ള നൽകിയ ഈ ഭൂമിയിൽ വളരെ ഭംഗിയായി സുന്ദരമായി ജീവിച്ചു പോകുന്നതിനിടയിൽ ഒരു ദിവസം മരിച്ചു പോകുന്നതിന് മുമ്പേയെങ്കിലും ഒരാവൃത്തി 5 വട്ടം ഖത്തം തീർത്തവരാ നമ്മൾ, 10 വട്ടം ഖത്തം തീർത്തവരാ നമ്മൾ. ഒരു തവണ പോലും അർത്ഥസഹിതം ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞാൽ, എന്റെ പടച്ചോൻ എന്നോട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാൻ എന്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു താല്പര്യക്കുറവാണ്, അത് ചെറിയ പ്രശ്നമാണ്. അങ്ങനെയുള്ള കുടുംബങ്ങൾ അത് ഒരു പക്ഷെ അപകടകരമാണ്. അവിടെ നിന്ന് വരുന്ന മക്കൾ ഷഹബാസിനെ പോലെയുള്ളവർക്ക് അല്ലേ പേടിയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ മക്കൾക്കും ഈ മൂല്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഖുർആനിക മൂല്യങ്ങൾ, ഖുർആനിന്റെ മൂല്യങ്ങൾ. അത് ഏറ്റവും നല്ല സംസ്കാരമാണ് പഠിപ്പിക്കുന്നത്. അത് എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ നടക്കണം, ഇരിക്കണം, എങ്ങനെ പെരുമാറണം, എന്തു കഴിക്കണം, എന്തു കഴിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആ സന്ദേശം വാപ്പ മക്കളിലേക്ക്, ഉമ്മ മക്കളിലേക്ക് പകർന്നു കൊടുത്തിട്ടില്ല എങ്കിൽ എത്ര റമളാൻ വന്നാലും പ്രിയപ്പെട്ടവരെ നമുക്ക് മാറ്റൊന്നും ഉണ്ടാവൂല. റമളാൻ സ്പെഷ്യൽ വിഭവങ്ങൾ കഴിച്ച് അന്തിയുറങ്ങി, ഏറെക്കുറെ നമസ്കരിച്ച് തറാവീഹും കഴിഞ്ഞ് വീണ്ടും ഉറങ്ങി, അത്താഴത്തിന് നല്ല കുശാലായി കഴിച്ച് പകലന്തിയോളം പട്ടിണി കടന്ന് ഒരു 30 ദിവസങ്ങൾ തീർത്ത് കിട്ടും എന്നല്ലാതെ ആ കുടുംബത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവൂല എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, അല്ലാഹ് പറയണേ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. നിങ്ങൾക്ക് നൽകിയ ഖുർആൻ ഉണ്ടല്ലോ, ഒരു പർവ്വതത്തിലെങ്ങാനുമാണ് അല്ലാഹു ഇറക്കിയിട്ടുണ്ടായിരുന്നത് എങ്കിൽ വിനയം കൊണ്ടും ഭയം കൊണ്ടും അത് പൊട്ടിപ്പിളരുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ മനുഷ്യർക്ക് വിവരിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? ലഅല്ലഹും യതഫക്കറൂൻ, അവരൊന്ന് ആലോചിക്കോലോ ചിന്തിക്കോലോ എന്ന് കരുതിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്നായിട്ട് ആലോചിക്കാം. ഖുർആനിന്റെ വെല്ലുവിളി ഉണ്ടല്ലോ, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിത്ലി. സംശയം കൊണ്ട് ആരും സ്വീകരിക്കാതിരിക്കണ്ട, സംശയം ഉണ്ടായിട്ട് സ്വീകരിക്കാതിരിക്കണ്ട, അതിൽ തെറ്റുണ്ടോ എന്ന് വിചാരിച്ചിട്ട് സ്വീകരിക്കാതിരിക്കണ്ട. ഇന്നും വെല്ലുവിളി നിലനിൽക്കാൻ ഇതുപോലൊന്ന് സമാനമായതൊന്ന് തുല്യമായതൊന്ന് കൊണ്ടുവരാൻ കഴിയോ? അല്ലാത്ത ആരെ വേണമെങ്കിലും നിങ്ങൾ കൂട്ടിന് പിടിച്ചോ. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ഇല്ല, നിങ്ങൾക്ക് അതിന് കഴിയൂല, എന്നാലും അല്ല വെല്ലുവിളിക്കാൻ. ഇതിൽ സംശയമില്ല കേട്ടോ. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാകുന്നു ഗ്രന്ഥം, സംശയമില്ലാത്ത ഗ്രന്ഥം, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സന്മാർഗദർശിയാകുന്ന ഗ്രന്ഥം. അത് ഖുർആനാണ് എന്നാണ്. അസത്യങ്ങളോ അർദ്ധസത്യങ്ങളോ ഖുർആനിലില്ല. ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വമിൻ വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. അതിന്റെ മുന്നിലൂടെയോ അതിന്റെ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തുകയില്ല. യുക്തിമാനും സ്തുത്യർഹനുമായ നാഥനിൽ നിന്നിറങ്ങിയതാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. ഖുർആൻ നയിക്കുന്നത് പ്രകാശത്തിലേക്കാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ ബിഇദ്നി റബ്ബിഹിം. മനുഷ്യരെ അവന്റെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ. അതിനാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഖുർആനെ സ്വീകരിച്ച് ജീവിക്കുന്ന ഖുർആനുകളായിട്ട് മാറണം. നമ്മുടെ ചേലും ഭാവവും ഖുർആനാകണം എന്നർത്ഥം. ആലോചിച്ചോക്കെ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ, നമ്മുടെ മക്കൾ നടന്നു പോകുമ്പോ ചില ആളുകളൊക്കെ അവരെ വിളിക്കാറുണ്ട്. എന്നിട്ട് ചോദിക്കും, എടാ നീ ഉസ്മാന്റെ മോനല്ലേ, എടാ നീ മുഹമ്മദിന്റെ മോനല്ലേ? അപ്പൊ അവർ ചോദിക്കും, അതെ, എങ്ങനെ മനസ്സിലായി? എന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഉസ്മാന്റെ മോനാണ് എന്ന്, എന്റെ കണ്ണ് കണ്ടാൽ അറിയാം, എന്റെ കവിള് കണ്ടാൽ അറിയാം നീ ഇന്ന അടുത്ത മോനാണ്. പക്ഷേ ഒരാളും പുല്ലൂരിലെ ഒരു വീട്ടിലെ ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോ, നീ ഒരു മുസ്ലിം ആണല്ലേ, നീ നിന്റെ സ്വഭാവം കണ്ടാൽ, നിന്റെ പെരുമാറ്റം കണ്ടാൽ, നിന്റെ ആദർശം കണ്ടാൽ അറിയാം നീ ഒരു പക്കാ പത്തരമാറ്റി മുസ്ലിമാണ്. സഞ്ചരിക്കുന്ന ഖുർആനുകൾ
സഞ്ചരിക്കുന്ന ഖുർആനുകൾ നമുക്കിടയിൽ ഉണ്ടാകണം, നമ്മുടെ മക്കളിൽ ഉണ്ടാകണം. അവർ വാ തുറന്നാൽ അവരുടെ വായിൽ നിന്ന് കളവോ അസത്യമോ അർദ്ധസത്യമോ അപക്വമായ പെരുമാറ്റമോ സ്വഭാവ ദൂഷ്യമോ ലഹരിയോ കള്ളോ കഞ്ചാവോ അത് ഉണ്ടാവുകയില്ല. അതിന് നമ്മുടെ വീട്ടിൽ ഖുർആൻ ചർച്ച ചെയ്യണം. ഖുർആനിന്റെ മൂല്യങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടവരെ പകർന്നു കൊടുക്കാൻ വാപ്പമാർക്കും ഉമ്മമാർക്കും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഏറ്റവും നല്ല വാഹനത്തിൽ ചീറിപ്പറഞ്ഞ് സഞ്ചരിക്കുന്നവനല്ല, ഏറ്റവും നല്ല വീടുകളിൽ മണിമാളികകളിൽ അന്തി ഉറങ്ങുന്നവനുമല്ല, നല്ല ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പളപള മിന്നുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നവനുമല്ല ഉത്തമൻ. നല്ല കോടീശ്വരനല്ല, നല്ല ഭക്ഷണം കഴിക്കുന്നവനും അല്ല. ആരാണ് ഉത്തമൻ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുന്നവനാണ് അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉത്തമൻ. അത് പഠിപ്പിച്ചു കൊടുക്കുന്നവനുമാണ്. നമുക്കിടയിൽ വലിയ വിലയൊന്നും ഉണ്ടാവില്ല. മദ്രസയിൽ അധ്യാപകൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ വിളിച്ചു കാട്ടും അല്ലെ. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നവനുണ്ടല്ലോ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നവൻ അത് പഠിപ്പിച്ചു കൊടുക്കുന്നവനാണ്, അത് പഠിക്കുന്നവനാണ്. ഖുർആൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പുച്ഛം. മാസത്തിൽ ഒരു 2ാം ശനിയാഴ്ച ക്ലാസ്സിൽ വരാറിനാൽ നമുക്കൊരു ലാഘവം അല്ലേ. ഒക്കെ ഒഴിവാക്കി നിസ്സാരമാക്കി അങ്ങനെ കണ്ട് തള്ളി നാളെ പരലോകത്തെത്തുമ്പോ അത് പഠിച്ചോനും പഠിപ്പിച്ചോനും ഇങ്ങനെ റബ്ബിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ അഹ്ലികാരായി നിൽക്കുന്നത് കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളിൽ ഖുർആൻ പഠിക്കുന്നവരുണ്ടാകണം, നമ്മളുണ്ടാകണം, നമ്മുടെ ഭാര്യമാരുണ്ടാകണം, നമ്മുടെ സഹോദരിമാരുണ്ടാകണം. പഠിക്കാൻ എത്ര അവസരങ്ങളാണെന്നറിയോ? ഖുർആൻ വെളിച്ചം, ഖുർആൻ പഠന പദ്ധതിയുണ്ട്, ഖുർആന്റെ തഫ്സീറുകൾ നമ്മുടെ വീടുകളിൽ എത്ര ആളുകളുടെ വീടുകളിലുണ്ട് ആലോചിച്ചു നോക്കുക. ഖുർആൻ പഠിക്കാനുള്ള അവസരമാണോ? അതിൽ കൊത്താനും അത് നേടിയെടുക്കാനും ഒക്കെ നമ്മൾ താല്പര്യം കാണിക്കണം. അങ്ങനെയാകുമ്പോ നമ്മുടെ വീട്, നമ്മുടെ കുട്ടികൾ സഞ്ചരിക്കുന്ന ഖുർആനുകൾ അവിടെയും നമുക്ക് കാണാൻ കഴിയും. ഈ പരിശുദ്ധ റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസം, അതിന് നമുക്കൊരു നിമിത്തമാകണം. അല്ലാഹു ഖുർആൻ ഏറെ പഠിക്കുന്ന നല്ല മക്കളും നല്ല കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ നമ്മളിലുമൊക്കെ ആ രൂപത്തിൽ ഖുർആനെ സ്നേഹിക്കുന്ന പഠിക്കുന്ന നല്ല വിശ്വാസികളാക്കി തീർക്കാൻ നമ്മെ എല്ലാവരെയും റബ്ബ് സഹായിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാളെ പരലോകത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെ വേണ്ടി ശഫാഅത്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രവാചകൻ തന്റെ ഉമ്മത്തിനെതിരെ സാക്ഷി പറയുന്ന ഒരു രംഗമുണ്ട്. അത് ഖുർആൻ വളരെ കൃത്യമായി സൂറത്തുൽ ഫുർഖാൻ 30-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. വഖാല റസൂലു, പ്രവാചകൻ പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി, എന്റെ സമുദായം, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, നിന്റെ ഖുർആനിനെ അവഗണിച്ചു തള്ളിയിട്ടുണ്ട് റബ്ബേ, നിന്റെ ഖുർആനിനെ അവഗണിച്ചു തള്ളിയിട്ടുണ്ട് റബ്ബേ എന്ന് നമുക്കെതിരെ സാക്ഷി പറയും. ഇങ്ങനെ ഒരു രംഗം വരാനുണ്ട്. ഖുർആൻ പറയാണ്. പ്രിയപ്പെട്ടവരെ, അത് ആരാണ് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. ഒന്ന്, ഖുർആനെ പാടെ അവഗണിച്ചവരാണ്. അവരുടെ ജീവിതത്തിലോ മനസ്സിലോ അവരുടെ ഒരു തരത്തിലും ഖുർആനായിട്ട് ഒരു ബന്ധമല്ല. അവർ വേറൊരു ജീവിതം അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2, ഖുർആൻ വായിക്കുന്നുണ്ട് പക്ഷെ ഉൾക്കൊള്ളുന്നില്ല. ഖുർആൻ വായിക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നില്ല. 3, ഖുർആൻ വായിക്കുന്നുണ്ട്, അർത്ഥം മനസ്സിലാക്കണില്ല, ഉൾക്കൊള്ളാത്തതുപോലെ തന്നെ. അർത്ഥം പഠിക്കണില്ല, അർത്ഥം പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല. പിന്നൊന്നുണ്ട്, ഖുർആൻ വായിക്കുന്നുണ്ട്, അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അത് സ്വീകരിക്കണില്ല. ഇതൊക്കെ ഖുർആനിനെ അവഗണിച്ചവരുടെ കൂട്ടത്തിലാണ്. ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രവാചകൻ ഇങ്ങനെ ഒരു പരാതി പറയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ ബീവിന്റെ അടുക്കൽ വന്ന് ഒരിക്കൽ ചോദിക്കപ്പെടുന്നുണ്ട്, അഖ്ബിർനി ബിഖുലിഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? ഖാലത്ത്, അവിടുന്ന് പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഒറ്റ വാക്കിലെ മറുപടിയാണ്, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. പ്രവാചകന്റെ ജീവിതം ഖുർആനായിരുന്നു. പ്രിയമുള്ളവരെ, അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, വസ്ത്രം, ഭക്ഷണം, എന്തോ ആവട്ടെ, ഖുർആനിക വിരുദ്ധമായിട്ടൊന്ന് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. നിങ്ങൾ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? അതോ അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണോ? ഹൃദയങ്ങൾ പൂട്ടിയിട്ടിരിക്കുകയാണോ? ഒന്നും ചിന്തിക്കൂല എന്ന് ഉറപ്പിച്ചിട്ടേ ഖുർആനൊന്നും ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണോ ഹൃദയങ്ങൾ? ഖുർആന്റെ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. ഒന്നുകിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് മറുപടി പറയണം, അതല്ലെങ്കിൽ ഇല്ല റബ്ബെ പൂട്ടിയിട്ടില്ല, ഇതിനെ സ്വീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് നമ്മൾ സമ്മതിക്കണം. ഇതിലേതെങ്കിലും ഒരു മറുപടിയുമായി നമുക്ക് മുന്നോട്ട് നീങ്ങണം. ജാഹിലിയത്തിന്റെ എല്ലാ അധമത്തരങ്ങളെയും പൊളിച്ചെഴുതിയ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കിയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നേതാവ് മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോണില്ല. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കിയതാണ്. അതുപോലെയുള്ള എത്ര ദുസ്വഭാവങ്ങളിൽ നിന്നാണ് അവരെങ്ങനെ മോചിപ്പിച്ചു കൊണ്ടുവന്നത്. ഖുർആൻ കൊണ്ടാണ് ആ മാറ്റം സാധ്യമായിട്ടുള്ളത്. അതേ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ ഇന്നും ഒരു തിരുത്തലോ ഒരു പോറലോ ഒരു കോറലോ ഇല്ലാതെ നിൽക്കുമ്പോ അതിൽ നമുക്കും മാറ്റം സാധ്യമാണ്. എത്ര വലിയ ലഹരിയിലേക്ക് നാടാപതിച്ചാലും തിരികെ കൊണ്ടുവരാനുള്ള പരിശ്രമം ഖുർആനിലൂടെ സാധ്യമാണ്. പരിഹാരം, എന്ത് അക്രമങ്ങളോ ആഭാസങ്ങളോ അനിഷ്ടകരമായിട്ടുള്ള വാർത്തകളോ ഒക്കെ കേൾക്കുമ്പോ പരിഹാരം, സൊല്യൂഷൻ ഖുർആനിലുണ്ട്. ഖുർആനിലേക്ക് മടങ്ങുക, ഖുർആനിന്റെ വിധികളെ സൂക്ഷിക്കുക, ഖുർആനിന്റെ കൽപ്പനകളെ ശിരസാ വഹിക്കുക. ഇതാണ് ഏക പരിഹാരം. ആ ബോധം കുടുംബത്തിനും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ് പരിഹാരം എന്ന് തിരിച്ചറിഞ്ഞുവോ അന്ന് നാടും വീടുമൊക്കെ രക്ഷപ്പെടും എന്നുള്ളതാണ്. അതാണ് ഇത്രയും ഉദാഹരണങ്ങളിലൂടെ ജാഹിലിയത്ത് വലിയൊരു പാഠമാക്കി ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത്ര വലിയ തെറ്റുകളൊക്കെ തന്നെയാണ് ഇന്നും, അതിന്റെ ആവർത്തനങ്ങളാണ് പുതിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മാറ്റം ഖുർആനിലൂടെ സാധ്യമാണ്. അതിന് എന്ന് നമ്മൾ മുൻകൈ എടുക്കുന്നുവോ അവിടെ നമ്മൾ വിജയിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാ തരത്തിലുള്ള അധമത്തരങ്ങളിൽ നിന്ന്, അനിഷ്ടകരമായ സംഭവങ്ങളിൽ നിന്ന്, അപകടകരമായ വാർത്തകളിൽ നിന്ന്, അതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള തോന്നിവാസത്തരങ്ങളിൽ നിന്നും നമ്മളെ, നമ്മുടെ കുടുംബത്തെ, മക്കളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാഥ, നിന്റെ പരിശുദ്ധ റമളാനിൽ നോമ്പ് നോൽക്കാൻ ഇവിടെ ഹാജറുണ്ടാവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞങ്ങൾ. റബ്ബേ, ഞങ്ങൾക്ക് ഈ റമളാനിന്റെ എല്ലാ ചൈതന്യവും നീ നേടിത്തരണമേ റബ്ബേ. അതിൽ എല്ലാ നന്മകളിലും മത്സരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഫോക്കസ് ഇന്ത്യയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ വളരെ നല്ല രൂപത്തിലാണ് നിങ്ങളെല്ലാവരും അതുമായി സഹകരിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് എടുക്കുന്ന കളക്ഷൻ നിങ്ങൾക്കെല്ലാം അറിയുന്ന, കൊണ്ടോട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദി ഡിസേബിൾഡ്, ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, കണ്ണ് കാണാത്ത, അപ്പൊ നമുക്കില്ലേ ഭിന്നശേഷികൾ, ഡിഫറന്റ്ലി ഏബിൾഡ് എന്നാണ് അവർ പറയേണ്ടതെന്നാണ്. ഹാൻഡിക്യാപ്ഡ്, വികലാംഗർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഡിഫറന്റ്ലി ഏബിൾഡ്, വ്യത്യസ്ത കഴിവുള്ളവർ. അവരെ കുറെ ആളുകളെ പുനരധിവസിപ്പിച്ചുകൊണ്ട് താമസിപ്പിച്ച്, എന്താണോ ഓരോരുത്തരുടെയും കഴിവ്, ആ കഴിവിനനുസരിച്ച് അവർക്ക് വേണ്ട ഡെവലപ്മെന്റുകൾ, പുരോഗതിക്ക് ആവശ്യമായ ഒട്ടേറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനമാണ്. അവരുടെ ഖുർആൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? കണ്ണു കാണാത്തവരുടെ ഖുർആൻ, ഇങ്ങനെ തപ്പി നോക്കുന്ന, വായിക്കുന്ന ഖുർആൻ, അത് വേറെ പ്രിന്റ് അച്ചൊന്നുമില്ല, അത് ഇങ്ങനെ ഉണ്ടാക്കി തന്നെ വേണം. നിങ്ങൾ ആലോചിച്ചൊക്കെ, കണ്ണ് കാണാത്ത ഓരോ വീട്ടിലേക്ക്, ഓരോ മുസ്ലിം വ്യക്തികളിലേക്ക് അവിടുന്ന് ഖുർആൻ അങ്ങനെ അയക്കുന്നുണ്ട്.
ഖുർആനെ. അവരുടെ ഖുർആനുകൾ കണ്ടിട്ടുണ്ടാവും, ബ്രെയിൽ ലിപിയിലുള്ള ഖുർആൻ. അതുപോലെ തന്നെ പരിമിതിയുള്ള ആളുകൾ, കേൾവി പരിമിതിയുള്ള ആളുകൾ, ഡഫും ഡമ്പും ഒക്കെ, അവർക്കൊക്കെ വേണ്ട അല്ലെ, അവർക്കൊക്കെ വേണ്ട തൊഴിലിനുള്ള പരിശീലനങ്ങൾ, സോപ്പ് നിർമ്മാണം, കുട നിർമ്മാണം, എന്തൊക്കെയാണോ അങ്ങനെ IT പരിശീലനം, എല്ലാ അർത്ഥത്തിലും അവരെ സ്പോർട്സിൽ മികവുള്ളവരാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞങ്ങൾ മറ്റൊരു പരിപാടി കഴിഞ്ഞ ആഴ്ച പോയപ്പോ അവിടെ ഇങ്ങനെ കണ്ണു കാണാത്ത ആളുകളുടെ ക്രിക്കറ്റ് നടക്കുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ, പക്ഷെ എനിക്ക് ഭയങ്കര കൗതുകമായി. ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് അവിടെ. അപ്പൊ ഇങ്ങനെ ഒരു ബോളിൽ അവർക്ക് അറിയണല്ലോ ബോൾ വരുന്നത്, അതിന്റെ ഉള്ളിലൊരു കിലുക്കം പോലെ ഒരു ശബ്ദമൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ. അപ്പൊ വരുന്നതിനനുസരിച്ചിട്ടാണ് അവരുടെ പ്രതികരണമൊക്കെ. പ്രിയപ്പെട്ടവർ, നമുക്ക് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പക്ഷെ അങ്ങനത്തെ ഒരുപാട് ആളുകൾ അന്തേവാസികളായിട്ട് അവിടെ ഉണ്ട്. ഒരു മാസത്തെ അവരുടെ ചെലവ്, ആ സ്ഥാപനത്തിന്റെ ചെലവ് 10 ലക്ഷം റുപ്യാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഒരു മാസം 10 ലക്ഷം റുപ്യ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അതിന്റെ കലക്ഷൻ നടക്കണം. പക്ഷെ അൽഹംദുലില്ലാ, റമദാനിലെ ഒരു വെള്ളിയാഴ്ച കേരളം ഒട്ടുക്കുള്ള പള്ളിയിൽ, അതില് കക്ഷി രാഷ്ട്രീയ മത സംഘടനാ വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാവരുടെയും ആഹ്വാനം ഈ വിഷയത്തിലുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെയും അതുപോലെ തന്നെ മതസംഘടനയിലൊക്കെ ഈ വിഷയത്തിൽ കേരള സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ അവാർഡ് പോലും നേടിയ സ്ഥാപനമാണ് നമ്മുടെ എബിലിറ്റി. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഈ പുണ്യ റമദാനിൽ വലിയൊരു വിഹിതം അതിനു വേണ്ടി മാറ്റിവെക്കണം. നിങ്ങൾ ഇന്നത്തെ കലക്ഷൻ അതുവേണ്ടി നൽകണം. പള്ളിയുടെ കലക്ഷൻ നിങ്ങൾക്ക് പള്ളിന്റെ ബോക്സിൽ ഇടാം, മറ്റു ബക്കറ്റ് കളക്ഷൻ എബിലിറ്റിക്ക് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് വളരെ മാന്യമായ ഒരു സംഖ്യ മനസ്സറിഞ്ഞുകൊണ്ട് അതിനെ നിങ്ങൾ മാറ്റിവെക്കണം. അള്ളാഹു ആ സഹോദരന്മാരുടെ പ്രയാസങ്ങൾ എളുപ്പമുള്ളതായി കൊടുക്കുക, അവർക്ക് കൂടുതൽ ഈസിനെസ് അല്ലെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മാറ്റങ്ങളൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് സൗഖ്യവും അവരുടെ പ്രയാസങ്ങളിൽ ദൂരീകരണവും അതുപോലെ തന്നെ ജോലിയും മറ്റും ജീവിതത്തിൽ എന്തൊക്കെയാണോ അള്ളാഹു അവർക്ക് സുഖമായി നൽകാൻ സാധിക്കുക, ആ സുഖങ്ങളൊക്കെ അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവന്മാരിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒട്ടേറെ ആളുകൾ, ഉമ്മ, ബാപ്പമാർ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, ഗുരുജനങ്ങൾ, റബ്ബേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വവാലിദൈനാ മിനൻ നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين وبرحمتك يا أرحم الراحمين والحمد لله رب العالمين.